السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي بنعمته تتم الصالحات وبفضله تتنزل الخيرات والبركات. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഈ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നന്മകൾ കണക്കാക്കുന്ന, നന്മകൾക്ക് പ്രതിഫലം വർദ്ധിപ്പിച്ച് നൽകുന്ന ഇതുപോലെയുള്ള ദിവസങ്ങളെ സ്വീകരിക്കപ്പെടുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ശരിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ഉദ്ദേശങ്ങളെ എത്രയും പെട്ടെന്ന് ഹാസുലാക്കി നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ആശുറ എന്ന വളരെ പവിത്രമായൊരു ദിവസത്തിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. ആശുറയിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹറം 10 അന്ന് ചെയ്യാൻ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നബി തങ്ങൾ പറയുന്നൊരു ഹദീസിൽ കാണാം, മൻ വസ്സഅ അലാ അഹ്ലിഹി യൗമ ആശുറ വസ്സഅ അല്ലാഹു അലൈഹി സായിറ സന. ഒരാൾ ആശുറയിൻ്റെ ദിവസത്തിൽ തൻ്റെ കുടുംബത്തിന് തൗസിഅത്ത് നൽകിയാൽ, തൻ്റെ കുടുംബത്തിന് പതിവിൽ നിന്ന് വിപരീതമായിട്ടുള്ള വിഭവങ്ങൾ നൽകിയാൽ, വസ്സഅ അല്ലാഹു അലൈഹി സായിറ സന, അല്ലാഹു തആല അവന് ആ വർഷം മുഴുവൻ, ആ വർഷത്തിൻ്റെ മുഴുവൻ സമയത്തും അല്ലാഹു തആല അവന് തൗസിഅത്ത് നൽകുമെന്നാണ്, വിഭവ സമൃദ്ധി നൽകുമെന്നാണ്. ഈ ഹദീസിനെ അന്വർത്ഥമാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ ആശുറയിൻ്റെ ദിനങ്ങളിൽ മറ്റുള്ള ദിവസങ്ങളെക്കാൾ കൂടുതൽ വീട്ടുകാർക്ക് വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ആ വിഭവങ്ങൾ എത്തിച്ചു കൊടുത്തിട്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഖൈറു മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഹാബിമാരിൽപ്പെട്ട ഒരാളാണ് ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ കാര്യം ആശുറയിൻ്റെ ദിവസത്തിൽ വിഭവങ്ങൾ വീട്ടുകാർക്ക് നൽകുക എന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പരീക്ഷിച്ച കാര്യമാണ്. ഞങ്ങൾ പരീക്ഷിച്ചിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഖൈറു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇബ്നു ആബിദീൻ റഹ്മഹുല്ലാ ഉദ്ധരിക്കുന്ന ഒരു വാക്യമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, വഖദ് ജറബ്നാ ഹാദാ 50 സന. 50 കൊല്ലം ഞാൻ ഈ ഹദീസ് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ 50 കൊല്ലവും ഫമാ റഈനാ ഇല്ലാ ഖൈറ. 50 കൊല്ലം ഈ ഹദീസ് അനുസരിച്ച് എൻ്റെ കുടുംബത്തിന് ആശുറയിൻ്റെ ദിവസത്തിൽ ഞാൻ അധിക വിഭവങ്ങൾ നൽകിയിട്ട് ആ വിഭവങ്ങൾ നൽകിയതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഖൈറു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ്, ഒരു കേടുപാടുകളുമില്ലാത്ത ഹദീസ്, നിരവധി ഉദ്ധരണികളിലൂടെ ജംഅ് ചെയ്യപ്പെട്ട ഹദീസ്. ഫുഖഹാക്കൾ ഇതിനെ രേഖപ്പെടുത്തിയിട്ട് മഹാനായ ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഒക്കെ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയതിൻ്റെ താഴെ അനുബന്ധമായി പണ്ഡിതന്മാർ കൊടുത്തത് കാണാം. നിങ്ങൾ എത്രയാണെങ്കിലും ആ ദിവസത്തിൽ കുടുംബത്തിന് വേണ്ടി വിഭവങ്ങൾ നൽകണം, തൗസിയത്ത് നൽകണം. അത് ഭക്ഷണമായിട്ടാകാം, സമ്പത്തായിട്ടാകാം, മറ്റു വിഭവങ്ങളായിട്ടാകാം. എങ്ങനെ നൽകിയാലും അതിലൊരിക്കലും ഇസ്രാഫ് ദൂർത്തു വരില്ല. കാരണം ഇത് സ്വഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിട്ടുപോകുന്ന ഒരു പുണ്യകർമ്മമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലം മുതൽക്ക് തന്നെ ഈ കാര്യങ്ങൾ അറിയുന്ന പണ്ഡിതന്മാരായ ആളുകളൊക്കെ കുടുംബങ്ങളിലേക്ക് ഏറ്റവും മികച്ച മാംസവും മത്സ്യവും ഒക്കെ വാങ്ങാറുണ്ടായിരുന്നത് ആശുറയിൻ്റെ ദിവസങ്ങളിലായിരുന്നു. ആശുറയിൻ്റെ ദിവസത്തിൽ കുടുംബത്തിന് വേണ്ടി വിഭവ സമൃദ്ധമായ വിഭവങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്താൽ അത് നമ്മുടെ അടുത്ത ഒരു വർഷത്തേക്കുള്ള വിഭവങ്ങൾക്കുള്ള ഒരു ശേഖരമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബങ്ങൾക്ക് വേണ്ടി ഇത്തരം ഹുസ്നുൽ മുആമല, ഹുസ്നുൽ മുആശറ, കുടുംബങ്ങളുമായിട്ട് തൻ്റെ അഹ്ലുമായിട്ട് ഇത്തരം അഭേദ്യമായ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാൻ
അള്ളാഹുവിൻ്റെ ദീൻ നിരവധി ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇത് കുടുംബങ്ങൾക്ക് തന്നെ കൊടുക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഫുഖറായിനും മിസ്കീനും കൊടുക്കുന്നതിനേക്കാൾ കുടുംബത്തിലേക്ക് നിങ്ങളുടെ കുടുംബത്തിനാണ് ഈ വിഭവങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നത്? ഒരു മനുഷ്യന് ആദ്യമായിട്ടുള്ള പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്വം അവൻ്റെ കുടുംബത്തോടാണ്. കുടുംബത്തിൻ്റെ കാര്യത്തിൽ സംരക്ഷണം പൂർത്തിയായതിന് ശേഷമാണ് അവൻ്റെ മറ്റുള്ള ഉത്തരവാദിത്തങ്ങൾ അവന് വരുന്നത്. നമ്മളൊരു പക്ഷേ പൊതുപ്രവർത്തകരായിരിക്കാം, നമ്മൾ നാട്ടിലെ പൊതുവിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളായിരിക്കാം. പൊതുപ്രവർത്തനങ്ങളിലും പൊതുവിഷയങ്ങളിലും ഒക്കെ ആളുകൾക്ക് നമ്മളോട് വല്ലാത്ത സംതൃപ്തിയാണെങ്കിലും പക്ഷെ കുടുംബത്തിന് നമ്മുടെ കാര്യത്തിൽ സംതൃപ്തി ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. കാരണം ഒന്നാമത്തെ ഉത്തരവാദിത്വം എനിക്ക് എൻ്റെ കുടുംബമാണ്. എൻ്റെ സ്വന്തം നഫ്സിനോടുള്ള ബാധ്യതകൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഖു അൻഫുസകും വഅഹ്ലീകും നാറ എന്നാണ്. എൻ്റെ സ്വന്തം നഫ്സിനോടുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്വമാണ് ഞാൻ നിർവഹിക്കേണ്ടത്. ഞാനൊരു ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണത്തിന് സമാനമായ വിഭവങ്ങൾ എൻ്റെ വീട്ടുകാരിക്ക് നൽകൽ എൻ്റെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പഠിപ്പിച്ച കാര്യം അതാണ്. എൻ്റെ കുടുംബത്തിലെ ഗൃഹനാഥയുടെ കുടുംബിനിയുടെ ഉത്തരവാദിത്വം വീട്ടിലെ കാര്യങ്ങൾ നിർവഹിക്കലാണ്. കുടുംബത്തിൻ്റെ തർബിയത്ത്, മക്കളുടെ തർബിയത്ത് പരിചരിക്കലാണ്. അത് പരിചരണത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കലാണ്. അവിടെ ആ വീട്ടു ജോലിക്ക് വേണ്ടി സഹായികൾ ആവശ്യമുണ്ടെങ്കിൽ നീ പണം കൊടുത്ത് സഹായികളെ നിശ്ചയിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. സേവകരായിട്ടുള്ള ആളുകളെ, ഖാദിമീങ്ങളെ, കുടുംബിനികൾക്ക്, വീട്ടുകാരിക്ക് ഖാദിമീങ്ങളെ നീ നിയമിച്ചു കൊടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കാരണം അവരുടെ ഉത്തരവാദിത്വം വലിയ ചുമതലകൾ നിർവഹിക്കേണ്ട കാര്യമാണ്. 4-5 കുട്ടികളൊക്കെയുള്ള ഉമ്മമാർക്ക് അവർക്ക് വീട്ടുകാര്യങ്ങൾക്ക് പുറമെ കുട്ടികളുടെ തർബിയത്ത് എന്ന് പറയുന്നത് എടുത്താൽ പൊങ്ങാത്ത എത്രയും വലിയ ഉത്തരവാദിത്തമാണ്. അങ്ങനെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ വളരെ സൂക്ഷ്മമായ കരുതൽ ഓരോ വിശ്വാസികൾക്കും ഉണ്ടാകണമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ നിർദ്ദേശിച്ചിട്ടുണ്ട്. കുടുംബത്തിൻ്റെ കാര്യത്തിലുള്ള ഈ സൂക്ഷ്മമായ കരുതൽ മുസ്ലിം സമൂഹത്തിൽ നഷ്ടപ്പെടുമ്പോഴാണ്, ആ കരുതൽ കുറഞ്ഞു പോകുമ്പോഴാണ് കുടുംബങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത്, കുടുംബങ്ങളിൽ ഛിദ്രതകൾ ഉണ്ടാകുന്നത്, പരസ്പരമുള്ള ഇഴയടുപ്പം അകലുന്നത്, തർക്കങ്ങൾ ഉണ്ടാകുന്നത്. ആ തർക്കങ്ങളുടെ ഒന്നാമത്തെ ഉത്തരവാദി നമ്മൾ ഓരോരുത്തരുമാണ് എന്ന ബോധ്യത്തിൽ തുടർന്നുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ മാത്രമാണ് വിട്ടുവീഴ്ചകളുടെ വഴികൾ സാധ്യമാവുകയുള്ളൂ, ഒരുമയുടെ വഴികൾ സാധ്യമാവുകയുള്ളൂ. ഗൃഹനാഥൻ അവൻ എത്ര ഉന്നതനാണെങ്കിലും അവൻ ചിലപ്പോൾ വീട്ടുകാരികൾക്ക് മുമ്പിൽ ചിലപ്പോൾ താഴ്ന്നു കൊടുക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ ഒരു ഹദീസ് ഉണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഒരു ദിവസം നിൽക്കുന്ന സമയത്താണ് നബി തങ്ങൾക്ക് മറ്റൊരു വീട്ടിൽ നിന്ന് പായസം കൊണ്ടുവന്നത്. ഒരു വേലക്കാരൻ ഭൃത്യൻ പായസം കൊണ്ടുവന്നു. ആയിഷ ബീവി നിൽക്കുന്ന സമയത്താണ് പായസത്തിൻ്റെ തളിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അത് ആയിഷ ബീവിക്ക് ഒരു ഇൻസൾട്ടായിട്ട് അനുഭവപ്പെട്ടു. എൻ്റെ വീട്ടിൽ നബി തങ്ങൾക്ക് പായസവും നല്ല ഭക്ഷണമൊന്നും കിട്ടാത്തത് കൊണ്ട് മറ്റു വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടി വന്നതുപോലെയായിട്ട് അനുഭവപ്പെട്ടു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൊച്ചുകുട്ടിയാണ്. ആയിഷ ബീവിക്ക് മുൻചുണ്ടി വന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഭൃത്യൻ്റെ കയ്യിൽ നിന്ന് ആ പാത്രം വാങ്ങി നിലത്തേക്കിട്ടു. പാത്രം ചിതറി കഷ്ണങ്ങളായി, അതിലുണ്ടായിരുന്ന വിഭവമൊക്കെ നിലത്തുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചിട്ട് ആ പാത്രങ്ങൾ ഇങ്ങനെ കോരിയെടുത്തു. അവിടെ വീണ ആ പായസത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കോരിയെടുത്തു. എന്നിട്ട് ഭൃത്യൻ്റെ കയ്യിൽ മറ്റൊരു പാത്രം കൊടുത്തിട്ട് പറഞ്ഞു, ചിരിച്ചിട്ട്, ഇന്ന് നിങ്ങളുടെ ഉമ്മാക്ക് കുറച്ച് ദേഷ്യമുണ്ട്, കുട്ടി പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ പറഞ്ഞയച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖലീഫയാണ്, ഇമാമാണ്, നാടിൻ്റെ ഭരണാധികാരിയാണ്, ഖാദിയാണ്, എല്ലാമാണ്. അനേകം ആളുകളുടെ അത്താണിയായിട്ട് രാപ്പകൽ ഒഴിവില്ലാതെ രാഷ്ട്രീയ കാര്യങ്ങൾ, സാമൂഹ്യ കാര്യങ്ങൾ, വ്യക്തികാര്യങ്ങൾ, അതിനപ്പുറത്തേക്ക് വഹി വരുന്ന സമയം, ഇതിൻ്റെയൊക്കെ തിരക്കിനിടയിൽ പോലും തൻ്റെ കുടുംബിനികൾക്ക് വേണ്ട പരിചരണവും പരിഗണനയും കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധ്യമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോളിൽ ഇങ്ങനെ തല വെച്ചിട്ട് കുട്ടികൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ കളിക്കുന്ന കളികൾ ഞാൻ കാണാറുണ്ടായിരുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രായവും ചുമതലകളും ഉത്തരവാദിത്തങ്ങളുടെ തിരക്കും നമ്മൾ ആലോചിക്കണം. അത്രയും തിരക്കുള്ള ഒരു സമയത്ത്, ഒരു രാജ്യത്തിൻ്റെ മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെ നായകനായിട്ട് നബി തങ്ങളുടെ ഓരോ സെക്കൻഡുകളും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട സമയത്ത് പോലും തൻ്റെ കുടുംബത്തിന്, തൻ്റെ വീട്ടിലെ പേരക്കുട്ടികൾക്ക്, തൻ്റെ ഭാര്യമാർക്ക് ഒരു അരിശം പോലും അനുഭവപ്പെടാത്ത വിധത്തിൽ കരുണയുടെ, വാത്സല്യത്തിൻ്റെ, മവദ്ദത്തിൻ്റെ, ഹുസ്നുൽ മുആശറത്ത് നൽകാൻ നബി തങ്ങൾക്ക് കഴിയുമായിരുന്നു.
അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് നല്ല നിലക്ക് വർത്തിക്കണം, നല്ല നിലക്ക് വർത്തിക്കണം, നല്ല നിലക്ക് ഇടപഴകണം. നമുക്കൊക്കെ അതിന് കഴിയും, പക്ഷേ നമുക്ക് മാനസികമായിട്ട് അനുകൂല സൗകര്യങ്ങളുള്ള സമയങ്ങൾ മാത്രം, മനസ്സിനകത്ത് അനുരാഗം വരുന്ന സമയത്ത്, ഇഷ്ടം വരുന്ന സമയത്ത്, ഇഷ്ക് വരുന്ന സമയത്ത് തൻ്റെ ഭാര്യമാരുമായിട്ട് നല്ല നിമിഷങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരാം. പക്ഷെ ദീൻ പറയുന്ന അപ്പോഴല്ല. സന്തോഷമുണ്ടാകുമ്പോഴും ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോഴും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലും രോഗബാധിതനായി അല്ലെങ്കിൽ രോഗബാധിതയായി പ്രയാസപ്പെട്ടുകൊണ്ട് കഴിയുന്ന വേളയിൽ പോലും വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അപ്പോഴും അവരോട് നീ നല്ല നിലയ്ക്ക് ഇടപഴകേണ്ടതാണ്. വാർദ്ധക്യം വരും, വാർദ്ധക്യത്തിൽ വന്ന് ചർമ്മങ്ങൾ ചുളിഞ്ഞു പോകും, കൗമാരപ്രായത്തിലുണ്ടായിരുന്ന ആ സൗന്ദര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. പുരുഷന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ, അല്ലേ, 4-5 കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിച്ചതിന് ശേഷം സ്ത്രീകളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ അപ്പോഴും വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അപ്പോഴും അവൾ നിനക്ക് ഭാര്യയാണ്. അവളോട് സ്നേഹത്തിൻ്റെ സഹവർത്തിത്വം സാധ്യമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ മനോഹാരിത ഉയർന്നു വരണം. വിവാഹ നിക്കാഹിൻ്റെ വേളയിൽ ഉസ്താദുമാർ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുവേ ഈ ഇണകൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ ഭാര്യമാരുടെയും ഇടയിലുണ്ടായിരുന്ന ആ സ്നേഹത്തിൻ്റെ മുആശറത്ത് റബ്ബേ, ഇൽഫത്ത് റബ്ബേ നീ ഉണ്ടാക്കി കൊടുക്കണേ എന്ന്. ആ ഇൽഫത്ത് അനുരാഗത്തിൻ്റെ നാളുകളിൽ മാത്രമല്ല, പ്രയാസത്തിൻ്റെയും മശക്കത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാ വേളകളിലും മനസ്സുകൊണ്ടുള്ള ഇഷ്ടങ്ങളെ, മനസ്സുകൊണ്ടുള്ള ബന്ധങ്ങളെ, മനസ്സുകൊണ്ടുള്ള ഹുസ്നുൽ മുആശറയെ തൻ്റെ കുടുംബങ്ങളുമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യമാകുന്നിടത്താണ് ഒരു വിശ്വാസി വിജയിക്കുന്നത്. അതുണ്ടാകണമെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുന്നതും എൻ്റെ കുടുംബത്തെ ഞാൻ പോറ്റുന്നതും എൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തമായിട്ട് കാണണം. എന്തുകൊണ്ടാണ് വിശ്വാസികൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ, മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ ഇത് അകന്നു പോകാനുള്ള കാരണം എന്താണ്? ഇതിനെ ഉത്തരവാദിത്തമായിട്ട് കാണാത്തത് കൊണ്ടാണ്, ഇതിനെ ആസ്വാദനമായി കാണുന്നത് കൊണ്ടാണ്. വീട് എന്ന് പറയുന്നത് ഒരു ഹോസ്റ്റൽ മാത്രമായി, വിശ്രമവേളകളിൽ തനിക്ക് വന്ന് കിടന്നുറങ്ങാനുള്ള ഒരു സത്രം മാത്രമായി വീടിനെ കാണുന്നത് കൊണ്ടാണ്. ഇതൊരു ആനന്ദത്തിൻ്റെ ഇടമായിട്ട് മാത്രം ചിലപ്പോൾ പരിമിതപ്പെടുന്നത് കൊണ്ടാണ് സത്യവിശ്വാസികൾക്ക് ഈ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ഓർമ്മയില്ലാത്തത്. ഇത് ഉത്തരവാദിത്തമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമുണ്ടെങ്കിൽ, ഓർമ്മയുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ജോലിക്ക് പോകുന്ന കൃത്യതയോടെ, ഒരു വിദ്യാർത്ഥി വിദ്യാലയത്തിലേക്ക് പോകുന്ന കൃത്യതയോടെ, ആ ആത്മാർത്ഥതയോടെ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപഴകാനും ശ്രദ്ധിക്കാനും എനിക്ക് സമയമുണ്ടാകും. അതിനെ ഉത്തരവാദിത്തമായിട്ട് കാണണം. അള്ളാഹുവിൻ്റെ ദീൻ നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായിരിക്കും. നാളെ മഹ്ശറിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. സ്വന്തം നഫ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചു വെച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള ചോദ്യമാണ്. അതിലെ ഒന്നാമത്തെ ഉത്തരവാദിത്വം സ്വന്തം മഹലാണ്, സ്വന്തം കുടുംബമാണ്. ആ കുടുംബത്തിനോട് ഇണക്കത്തിൻ്റെ, ഇഴയടുപ്പത്തിൻ്റെ ബന്ധങ്ങളെ സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിമിതികളും പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ ഉണ്ടാകും. ആ പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിന്ന് ഒരു ഖൈറിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഹിക്മത്തിൻ്റെ ഉടമനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. മഹാനായ നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബിക്ക് അവസാന കാലത്ത് ഈജിപ്തിൻ്റെ അധികാര പദവി കൊടുക്കാൻ അള്ളാഹു അതിൻ്റെ പിറകിൽ കാണിച്ച ഹിക്മത്തുകൾ എന്തൊക്കെയാണ്? ചെറിയ പ്രായത്തിൽ, കുഞ്ഞു പ്രായത്തിൽ തൻ്റെ സഹോദരങ്ങളെ കൊണ്ട് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുന്നു. ആ സഹോദരൻ മരിച്ചു എന്ന് ബാക്കിയുള്ളവരെല്ലാം വിശ്വസിക്കുന്നു. എന്നിട്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ സഹോദരങ്ങളും ഉമ്മയും ഉപ്പയും ഒക്കെ അധികാരിയായ യൂസുഫ് നബിയുടെ അരികിലേക്ക് മടങ്ങി വരികയാണ്. ഇത് കണ്ടിട്ടും നമുക്ക് ബോധ്യം വരുന്നില്ല. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും രക്ഷപ്പെടാൻ ഇനി ഒരു വഴിയുമില്ല എന്ന് കരുതപ്പെടുന്ന കാലത്തും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കപ്പെടുന്ന പദവികൾ നൽകാൻ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് കൊണ്ട് സാധ്യമാകും. അവൻ ഹക്കീമാണ്. ആ അസീസുൻ ഹക്കീമുമായ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക എന്നത് മാത്രമാണ് മുഅ്മിനീങ്ങളായ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം. പ്രവാചകന്മാരുടെ കഥകളിലൊക്കെയും നമ്മൾ ചരിത്രങ്ങളിലൊക്കെയും കാണുന്നതാണ്. ഈ ഭൗതിക ലോകത്ത് ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്ന്, അല്ലെങ്കിൽ ഇനി ഒരിക്കലും അതിജയിക്കില്ല എന്ന് ചരിത്രം വിശ്വസിക്കുന്ന, ലോകം കരുതപ്പെടുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഹിക്മത്ത് കൊണ്ട് ഖൈറിൻ്റെ വാതിലുകൾ ഫതഹ് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഫത്താഹാണവൻ. അവൻ ജബ്ബാറാണ്, അവൻ ഖഹാറാണ്. ഈ ലോകത്തിൻ്റെ ഓരോ കണികകളിലും അധികാരമുള്ളവനാണ് അള്ളാഹു. ആ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. അള്ളാഹുവിലേക്ക് ആരെങ്കിലും അവനവൻ്റെ കാര്യങ്ങളെ, അവനവൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ സങ്കടങ്ങൾ, വിഷമങ്ങൾ വരുമ്പോൾ അള്ളാഹുവിൽ ഏൽപ്പിച്ചാൽ ഫഹസ്ബു,
അള്ളാഹുവിൽ ബരമേൽപ്പിച്ചവന് പിന്നെ ഒന്നും ഭയപ്പെടാനില്ല, അവൻ അവൻ്റെ സുരക്ഷ ഏറ്റെടുക്കുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രാരാബ്ധങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. സന്തോഷകരമായ ഹൈറായ ജീവിതം ഈശത്തുൻ റാദിയ ദുനിയാവിലും ആഖിറത്തിലും നൽകി അള്ളാഹു നമ്മയും നമ്മുടെ അഹ്ലുകാരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച 4-ാം തീയതി നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് എല്ലാ മാസവും നടക്കുന്ന സ്വലാത്ത് സുബ്ഹിക്ക് ശേഷം ഉണ്ടായിരിക്കും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പരിശുദ്ധമായ ദിനത്തിൽ അള്ളാഹു മഗ്ഫൂരിങ്ങളായി സ്വീകരിക്കുന്നവരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.